എന്തുകൊണ്ടാണ് പല ആൾക്കാരും അതുപോലെ യുവാക്കളും ഇന്ത്യ വിട്ടു പോകുന്നത്? അവിടെ ഒരു സ്ഥാപനം നടത്താൻ അവർ താല്പര്യപ്പെടാത്തത്. അതിന് പ്രധാന കാരണം ഉദ്യോഗസ്ഥർ തന്നെയാണ്. എന്തെങ്കിലും സംരംഭം നമ്മൾ ഉണ്ടാക്കി അതിൻ്റെ ലൈസൻസിന് വേണ്ടി സമീപിക്കുമ്പോൾ ഉദ്യോഗസ്ഥർ ഒരു മോശം കാഴ്ചപ്പാടിലൂടെയാണ് നമ്മളെ നോക്കി കാണുന്നത്. അവർ ലൈസൻസ് തരാനും അതുപോലെ ബില്ലുകൾ തരാനൊക്കെ ആയിട്ടും മറ്റും അവർ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു അവസ്ഥ ഇന്നുണ്ട്. ഇപ്പോൾ ഒരു ബിസിനസ് സ്റ്റാർട്ടാക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യവസായം തുടങ്ങുകയാണെങ്കിൽ ബ്ലോക്ക് വഴി നമുക്ക് അപേക്ഷിച്ച് കഴിഞ്ഞാൽ ചെറുകിട വ്യവസായ സ്ഥാപനത്തിൻ്റെ അനുമതിയോട് കൂടിയിട്ട് നമുക്ക് ഒരു സ്ഥാപനം തുടങ്ങാം. എന്നാൽ ഈ സ്ഥാപനത്തിലുണ്ടാക്കുന്ന ഈ വസ്തുക്കൾ നമുക്ക് കടയിൽ സെയിൽ ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അത് കടയിൽ സെയിൽ ചെയ്യാനായിട്ട് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ബില്ല് കൊടുക്കാനും മറ്റോ ഒന്നും സാധിക്കുന്നില്ല. ഇപ്പോൾ നമ്മളൊരു പഞ്ചായത്ത് ആദ്യം ഒരു സ്ഥാപനത്തിന് വേണ്ട പഞ്ചായത്ത് ലൈസൻസാണ്. അപ്പോൾ നമ്മൾ ബ്ലോക്ക് വഴി അപേക്ഷിച്ച് ചെറുകിട വ്യവസായ സ്ഥാപനത്തിൻ്റെ അംഗീകാരം കിട്ടിക്കഴിഞ്ഞാൽ 6 വർഷത്തേക്ക് ടാക്സ് ഇല്ല എന്നാണ് അവർ പറഞ്ഞു തരുന്നത്. എന്നാൽ നമ്മൾ ഈ കമ്പനിയിൽ ഉണ്ടാക്കുന്ന സാധനങ്ങൾ നമ്മൾ നടന്ന് വിൽപ്പന നടത്തി കഴിഞ്ഞാൽ അവർ കുഴപ്പം പറയാറില്ല. പക്ഷെ കടകളിൽ കൊണ്ടുപോയി വിൽപ്പന നടത്തി കഴിഞ്ഞാൽ അവർ ഭയങ്കര പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു. സാധനങ്ങൾ പിടിച്ചെടുക്കുന്നു, ഇത്ര രൂപ അടച്ചു കഴിഞ്ഞാൽ സാധനങ്ങൾ തരാമെന്നൊക്കെ പറയുന്നു. ഇങ്ങനെ ആളുകളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു പ്രവണത ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും ഈ സ്ഥാപനങ്ങൾ തുടങ്ങാനായിട്ട് പലരും മടിക്കുന്നത്. നമ്മൾ ചിലപ്പോൾ ബാങ്ക് ലോണും മറ്റുമൊക്കെ എടുത്തിട്ട് എങ്ങനെയും പൈസ സംഘടിപ്പിച്ചിട്ടാവും ഓരോ വ്യവസായ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുക. എന്നാൽ ഉദ്യോഗസ്ഥർ ഇതെല്ലാം പൊളിച്ചടക്കുകയാണ്. നമുക്ക് വിൽക്കാനായിട്ട് പറ്റുന്നില്ല. അവർ സാധനങ്ങളെല്ലാം പിടിച്ചെടുത്ത് ഇത്ര രൂപ തരണം എന്നൊക്കെ പറയുന്നു. ഇങ്ങനെ ആളുകളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു ഉദ്യോഗസ്ഥരെ ആണ് നമ്മുടെ നാട്ടിലുള്ളത്. അതുപോലെ നമ്മൾ എന്തെങ്കിലും സാധനങ്ങൾ കടയിൽ വിൽക്കണമെന്നുണ്ടെങ്കിൽ KGST എന്ന് പറഞ്ഞ ലൈസൻസ് എടുക്കണം. അതുപോലെ CST എന്ന് പറഞ്ഞ ലൈസൻസും എടുക്കണം. KGST എന്താണെന്ന് വെച്ചാൽ സെൻട്രൽ ഗവൺമെൻറ് കേരള ഗവൺമെൻറ്റിൻ്റെ ടാക്സിൻ്റെ പേപ്പർ കൊടുക്കാനും മറ്റുമൊക്കെ ആയിട്ട് ഈ ലൈസൻസ് വേണം. സെൻട്രൽ ഗവൺമെൻറ് കൊടുക്കാനായിട്ട് CST എടുക്കണം. അപ്പം നമുക്ക് സാധനങ്ങൾ പല സ്ഥലത്തു നിന്ന് കൊണ്ടുവരാനും മറ്റും സാധിക്കും. ഇത് രണ്ടും ഇല്ലാണ്ട് നമുക്ക് കടകളിൽ വിൽപ്പന നടത്താനായിട്ട് സാധിക്കില്ല. ഇത് കിട്ടണമെങ്കിൽ ഇവർ കുറേ നിബന്ധനകൾ വയ്ക്കുന്നുണ്ട്. ഈ നിബന്ധനകൾ പാലിക്കാനായിട്ട് പല സ്ഥാപനങ്ങൾക്കും സാധിക്കില്ല. അപ്പോൾ ലൈസൻസ് കിട്ടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മുടെ കേരളത്തിലെ വ്യവസ്ഥിതിയിൽ. അപ്പോൾ ഇതിനെല്ലാം ഗവൺമെൻറ് മാറ്റം വരുത്തിയാൽ മാത്രമേ എന്തെങ്കിലും സ്ഥാപനം നടത്താൻ ആളുകൾക്കാവുള്ളൂ, യുവാക്കൾക്കാവുള്ളൂ. ഇതില്ലാത്തടത്തോളം കാലം യുവാക്കൾ ഇന്ത്യ വിട്ടു പോകും, ജോലി തേടി പോകും, മറ്റ് സ്ഥലങ്ങളിൽ ബിസിനസ് നടത്താനായിട്ട് നോക്കും. നമ്മുടെ നാട്ടിലൊരു പരിണാമപരമായ അവസ്ഥ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ ലൈസൻസ് കിട്ടാനായിട്ട് ഭയങ്കര പാടാണ്. പടികൾ കയറിയിറങ്ങി ചെരുപ്പ് തേക്കുന്നല്ലാതെ ലൈസൻസ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇതിനുള്ള മാറ്റങ്ങൾ ഗവൺമെൻറ് വരുത്തണം. അപ്പോഴേ ബിസിനസ് നടത്താനായിട്ട് പലരും രംഗത്ത് വരികയുള്ളൂ. അല്ലെങ്കിൽ ആന്ധ്ര, തമിഴ്നാട് അങ്ങനത്തെയുള്ള സ്ഥലങ്ങളിൽ ആളുകൾ പോയി ബിസിനസ് ചെയ്യും, അല്ലെങ്കിൽ വിദേശത്ത് പോയി പല ബിസിനസ്സുകളും ചെയ്യാനായിട്ട് ശ്രമം നടത്തും.